ജിയോയുടെ ഒരു പുതിയ ഫോൺ പുറത്തിറങ്ങാൻ പോകുന്ന കാര്യം പല കൂട്ടുകാരും ഇതിനകം തന്നെ അറിഞ്ഞിരിക്കും. ഇന്ന് ഈ വീഡിയോയിൽ ആ ഫോണിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള ചില വസ്തുതകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇക്കഴിഞ്ഞ ദിവസമാണ് ജിയോയുടെ ഓണറായിട്ടുള്ള മുകേഷ് അംബാനി ജിയോയുടെ വരാനിരിക്കുന്ന ഒരു ഫോണിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ഈ ഫോണിന്റെ വില എത്ര രൂപയാണ് എന്നാണ്. ശരിക്കും ഈ ഫോൺ ഫ്രീ ആണ്. എങ്കിലും ഈ ഫോൺ നമ്മളുടെ കയ്യിൽ കിട്ടുന്നതിന് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് 1500 രൂപ നൽകേണ്ടതുണ്ട്. ഈ 1500 രൂപ നൽകി 3 വർഷത്തെ കോൺട്രാക്റ്റിനായിരിക്കും ഫോൺ നമുക്ക് ലഭിക്കുക. 3 വർഷം കഴിഞ്ഞ് വർക്കിംഗ് കണ്ടീഷനിലുള്ള ഈ ഫോൺ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ 1500 രൂപ തിരിച്ചു കിട്ടുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫോൺ തികച്ചും ഫ്രീ ആണ് എന്ന് തന്നെ പറയാം. എങ്കിൽ കൂടിയും 3 വർഷം കഴിഞ്ഞ് എത്ര പേരുടെ കയ്യിൽ ഈ ഫോൺ വർക്കിംഗ് കണ്ടീഷനിൽ ഉണ്ടാവും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം വളരെ വില കൂടിയ ഐഫോണിനും സാംസങ്ങിന്റെയും സോണിയുടെയും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം ഹൈ എൻഡ് മൊബൈൽ ഡിവൈസുകൾക്ക് പോലും 1-2 വർഷത്തിനുള്ളിൽ കേടുപാടുകൾ സംഭവിക്കാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എത്ര പേരുടെ കയ്യിൽ ഈ ഒരു ഫോൺ 3 വർഷക്കാലം നിലനിൽക്കും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അടുത്തതായിട്ട് ഈ ഫോൺ എപ്പോഴാണ് മാർക്കറ്റിൽ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മളുടെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ അന്ന് ബീറ്റ വേർഷനിൽ ഈ ഫോൺ ഇറങ്ങുന്നതാണ്. ഈ സമയത്ത് ജിയോയുടെ എംപ്ലോയികൾക്കാണ് ഈ ഫോൺ ലഭ്യമായി തുടങ്ങുക. അതിനുശേഷം ഓഗസ്റ്റ് മാസം 24-ാം തീയതി മുതൽ മറ്റുള്ളവർക്ക് ഈ ഫോൺ ബുക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് സെപ്റ്റംബർ മാസത്തോടു കൂടി ഈ ഫോൺ എല്ലാവരുടെയും കയ്യിൽ എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഫോൺ ലഭിക്കുന്നതിന് ജിയോ.com അല്ലെങ്കിൽ മൈ ജിയോ ആപ്ലിക്കേഷൻ, ജിയോയുടെ ഒഫീഷ്യൽ സ്റ്റോറുകൾ ഇവയെല്ലാം വഴി നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ്. നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഫോൺ ലഭിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള ലിങ്കുകളിലും ക്ലിക്ക് ചെയ്ത് ഈ ഫോൺ ബുക്ക് ചെയ്യാതിരിക്കുക. ഇനി ഒരുപാട് വെബ്സൈറ്റുകൾ ഇത്തരത്തിൽ നേരത്തെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വരും. വാട്സാപ്പിൽ മെസ്സേജുകളെല്ലാം വരും. നിങ്ങൾ അത്തരം ലിങ്കുകൾ കയറി ബുക്ക് ചെയ്യാതിരിക്കുക. കാരണം ഒരുപാട് സ്കാമുകൾ നമ്മൾ ജിയോയുടെ പേരിൽ ഇതിനു മുമ്പ് തന്നെ കണ്ടതാണ്. കൂടാതെ ഇപ്പോൾ ജിയോയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങളെ നോട്ടിഫൈ ചെയ്യിക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജിയോയുടെ ഫോണിന്റെ ഒരു ഫോട്ടോ കാണാം. അതിന് താഴെയായിട്ട് കീപ് മീ പോസ്റ്റഡ് എന്നും എഴുതിയത് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേജ് വരുന്നതാണ്. ആ പേജിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൺ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്ന സമയത്തിനനുസരിച്ച് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിന്റെ സ്പെസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നോക്കുന്നത്. ഈ ഫോൺ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ്. അതുപോലെ ഈ ഫോണിന്റെ ഡിസ്പ്ലേ കളർ ഡിസ്പ്ലേ ആണ്. 2.4 QVGA ഡിസ്പ്ലേ ആണിത്. വളരെ ചെറിയ ഡിസ്പ്ലേ തന്നെയാണ്. അടുത്തതായിട്ട് സിം കാർഡ്. ഈ ഫോണിനകത്ത് സിംഗിൾ സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ 4G വോൾട്ടേജ് സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അതായത് ഈ ഫോണിനകത്ത് മറ്റ് 3G, LTE, 2G തുടങ്ങിയ സിം കാർഡുകൾ ഉപയോഗിക്കാനുള്ള ഹാർഡ്വെയറുകളില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ ജിയോയുടെ 4G സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. മുൻപ് ഇത്തരത്തിൽ പല കമ്പനികൾ ഇറക്കിയ ഫോണുകൾ നമ്മൾ അൺലോക്ക് ചെയ്തിട്ട് മറ്റ് സിം കാർഡുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഓപ്ഷൻ ഈ ഫോണിൽ കിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇവിടെ സിം കാർഡിനെ കുറിച്ച് പല ആളുകൾക്കൊരു സംശയമുണ്ട്. നിലവിൽ ഉപയോഗിക്കുന്ന ജിയോ സിം തന്നെ ഉപയോഗിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ പുതിയ സിം കാർഡ് തന്നെ വാങ്ങണോ? ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പുതിയ ഒരു കണക്ഷനോട് കൂടി മാത്രമേ ഈ ഫോൺ ലഭിക്കുകയുള്ളൂ. ഫോൺ വാങ്ങുന്നതിന്റെ കൂടെ ഒരു പുതിയ സിം കാർഡ് വാങ്ങിക്കേണ്ടത് നിർബന്ധമാണ്. ഈ ഫോണിനകത്ത് വൈഫൈ കണക്ടിവിറ്റി ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മറ്റ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്ന പോലെ നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും വൈഫൈയുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉണ്ട്. പാട്ടുകൾ കേൾക്കുന്നതിന്, സിനിമകൾ കാണുന്നതിനെല്ലാം ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് GPS ആണ്. ഈ ഫോണിനകത്ത് GPS കൊടുത്തിട്ടുണ്ട്. അതായത് ഭാവിയിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഈ ഒരു ഫോണിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിന്റെ GPS സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്. iOS-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഫയർഫോക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ മറ്റൊരു രൂപമാണിത്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയതുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ പല ഡെവലപ്പർമാരും ഉണ്ടാക്കിയിട്ടില്ല. ഭാവിയിൽ പുതിയ ആപ്ലിക്കേഷനുകൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന സമയത്ത് അത് ഈ ഫോണിനും ലഭ്യമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ആപ്ലിക്കേഷന്റെ കാര്യം പറയുന്ന സമയത്താണ് ഇതിനകത്ത് വോയിസ് കമാൻഡ് ഉണ്ട്. നമ്മൾ ഐഫോണിൽ സെറി ഉപയോഗിക്കുന്ന പോലെ, ആൻഡ്രോയിഡ് ഫോണുകളിലാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റന്റ്, ഗൂഗിൾ നൗ എല്ലാം ഉപയോഗിക്കുന്ന പോലെ ഇതിനകത്ത് ഒരു വോയിസ് കമാൻഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് ഫോണിനെ ശബ്ദം കൊണ്ട് കൺട്രോൾ ചെയ്യാം. എങ്കിലും ഇതിൽ മലയാളം ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. ഇംഗ്ലീഷും ഹിന്ദിയും ഇതിനകത്തുണ്ട്. അടുത്തായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യമാണ്, ഫേസ്ബുക്ക് ഇതിൽ വർക്കാവുമോ? ഫേസ്ബുക്ക് ഇതിനകത്ത് വർക്കാവും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഫോണുമായി ബന്ധപ്പെട്ട് കാണിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ
ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ കാണുന്നുണ്ട്. എന്നാൽ മറ്റു ചില കൂട്ടുകാർക്ക് അറിയേണ്ടത് ഇതിൽ വാട്സാപ്പ് വർക്കാവുമോ എന്നാണ്. ഇപ്പോൾ ഈ ഫോണിൽ വാട്സാപ്പ് വർക്കാവില്ല. അതിനുള്ള കാരണം വാട്സാപ്പ് കൈ OSന് വേണ്ടിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ വാട്സാപ്പ് ലഭ്യമായിട്ടുള്ളത് ആൻഡ്രോയിഡ്, ഐഫോൺ, വിൻഡോസ് ഈ 3 പ്ലാറ്റ്ഫോമുകളിലാണ്. ഭാവിയിൽ ഒരു പക്ഷേ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വാട്സാപ്പ് വരികയാണെങ്കിൽ, അത് ഈ ഒരു മോഡലിന് ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ ഫോണിനകത്ത് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഒപ്പം ജിയോയുടെ എല്ലാ ആപ്ലിക്കേഷനുകളും ഇതിനകത്ത് വർക്കാവും. അതുകൂടാതെ ഒരു ബ്രൗസറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ബ്രൗസർ ഉപയോഗിച്ച് നമുക്ക് സാധാരണ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന പോലെ തന്നെ ബ്രൗസ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് ഇതിനകത്തുള്ളത് കീപാഡ് ആണ്. ഈ ഫോൺ ടച്ച് സ്ക്രീൻ അല്ലാത്തത് കൊണ്ട് കീകൾ ഉപയോഗിച്ച് മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ ഈ ഫോണിനകത്ത് ലൈവ് TV ഉണ്ട്, ടോർച്ച് ഉണ്ട്, സ്ക്രീൻ മിററിംഗ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കാണുന്ന ദൃശ്യം നിങ്ങളുടെ ടിവിയിലേക്ക് മിറർ ചെയ്ത് കാണുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ മിറർ ചെയ്യുന്നതിന് പലതരത്തിലുള്ള എക്സ്റ്റൻഷനുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ HDMI കേബിൾ, VGA കേബിൾ എല്ലാം നിങ്ങൾ ചിലപ്പോൾ വാങ്ങേണ്ടി വരും. അങ്ങനെ വാങ്ങി കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ദൃശ്യം നിങ്ങളുടെ ടിവിയിൽ കാണാൻ സാധിക്കും. അടുത്തതായിട്ട് ഈ ഫോണിന്റെ RAM 512 MB ആണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ബേസിക് ഫീച്ചറുകളുള്ള ഫോണിന് വളരെ നന്നായിട്ട് പ്രവർത്തിക്കാൻ 512 MBയുടെ ഒരു RAM മതിയാകും. എങ്കിൽ കൂടിയും ഈ ഫോൺ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കൂ. കൂടാതെ ഈ ഫോണിനകത്ത് 4 GB ഇന്റേണൽ മെമ്മറി കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറം SD കാർഡ് സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. ഈ SD കാർഡ് സ്ലോട്ടിൽ 128 GB വരെയുള്ള മെമ്മറി കാർഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ക്യാമറ. ഈ ഫോണിനകത്ത് ഒറ്റ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. എങ്കിലും ഇപ്പോഴുള്ള മിക്കവാറും ഫോണുകളിൽ മിനിമം 2 മെഗാപിക്സലിന്റെ എങ്കിലും ക്യാമറകൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തും 2 മെഗാപിക്സലിന്റെ ക്യാമറയെങ്കിലും മിനിമം ഉണ്ടാകാവുന്നതാണ്. ചിലപ്പോൾ അതിലും നല്ല ഒരു ക്യാമറ പക്ഷേ ഇതിനകത്ത് ഉണ്ടായേക്കാം. അടുത്തതായിട്ട് ഈ ഫോണിന്റെ ബാറ്ററിയാണ്. 2000 mAh ബാറ്ററിയാണ് ഈ ഫോണിനകത്ത് ഉള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ വളരെ ചെറുതായതുകൊണ്ട് 2.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് വളരെ നല്ല ഒരു ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം. കാരണം നോർമലി നമ്മൾ കണ്ടുവരുന്ന എല്ലാ ഫോണുകളിലും ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്നത് ഒന്ന് നെറ്റ്വർക്കിനും മറ്റൊന്ന് ഡിസ്പ്ലേക്കും വേണ്ടിയിട്ടാണ്. ഡിസ്പ്ലേ ചെറുതായ കാരണം തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ബാറ്ററി ബാക്കപ്പ് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് പ്ലാനുകളാണ്. ഈ ഫോൺ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പുതിയ സിം കാർഡ് നിങ്ങൾ വാങ്ങേണ്ടി വരും. അങ്ങനെ വാങ്ങുന്ന സിം കാർഡുകളിൽ പ്രധാനമായും 2 പ്ലാനുകളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒന്ന് 153ന്റെ ഓഫർ, മറ്റൊന്ന് 309ന്റെ ഓഫർ. ഈ 2 ഓഫറുകളും 28 ദിവസത്തേക്കാണ്. ഈ 2 ഓഫറുകളിലും പരിധികളില്ലാതെ കോളുകളും മെസ്സേജുകളും ഇന്റർനെറ്റും ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ 153ന്റെ ഓഫറിൽ ഡെയിലി ഫെയർ യൂസേജ് എന്ന് പറയുന്നത് 500 MB ആണ്. ഈ 500 MBക്ക് ശേഷം 128 kbps സ്പീഡായിട്ട് മാറുന്നതാണ്. 309ന്റെ പ്ലാനിൽ ദിവസേന 1 GB ലഭിക്കുന്നതാണ്. ഈ 1 GBക്ക് ശേഷം നെറ്റിന്റെ സ്പീഡ് 128 kbps ആയിട്ട് മാറും. എന്നാൽ ഇതൊരു ഫീച്ചേർഡ് ഫോണാണ്. 4G ആണെങ്കിലും കൂടി ഫീച്ചേർഡ് ഫോണിന്റെ ഇന്റർനെറ്റ് സ്പീഡിന് ഫോണിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് സ്മാർട്ട് ഫോണുകളെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഭേദപ്പെട്ട ഒരു ഇന്റർനെറ്റ് സ്പീഡ് ഇതിനകത്ത് ലഭിക്കും എന്ന് തന്നെ വിശ്വസിക്കാം. ഇനി എന്ത് മായാജാലമാണ് ജിയോ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. പ്ലാനുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ജിയോ എന്നും നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള പ്ലാനുകളാണ് നമ്മളുടെ മുന്നിലേക്ക് ഇതിനു മുമ്പെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ഹിസ്റ്ററി അങ്ങനെയാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിൽ നല്ല ഓഫറുകൾ നമുക്ക് ഇതിനകത്ത് ഭാവിയിൽ ആസ്വദിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഥവാ നിങ്ങൾ 153 രൂപയുടെ പ്ലാൻ ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെ നിങ്ങൾ 153 രൂപയുടെ പ്ലാൻ 36 മാസത്തേക്ക് 3 വർഷത്തേക്ക് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ 5500ഓളം രൂപ ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരും. അഥവാ നിങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഫോൺ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു വോൾട്ടേ ഫോൺ, 4G സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ, ജിയോ സിം കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഫോണിലേക്ക് പോകരുത് എന്നാണ് എന്റെ അഭിപ്രായം. കാരണം 153 രൂപ കൊടുത്ത് ഈ ഒരു പ്ലാൻ എടുക്കുന്നതിലും നല്ലത് 399ന്റെ പ്ലാൻ എടുത്ത് ധനാഥൻ ഓഫർ ആസ്വദിക്കുന്നതാണ്. അതായിരിക്കും കുറച്ചുകൂടെ ഭേദം എന്ന് എനിക്ക് തോന്നുന്നു. കൂടാതെ പല കൂട്ടുകാരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഇതിനകത്ത് വൈഫൈ ഹോട്ട്സ്പോട്ട് ഉണ്ടോ? ഈ ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് വൈഫൈ ഹോട്ട്സ്പോട്ട് ആക്കി മറ്റ് ഫോണുകളിലേക്കും ഇന്റർനെറ്റ് പകർന്നു നൽകാൻ സാധിക്കുമോ? ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇതിനകത്ത് വൈഫൈ ഹോട്ട്സ്പോട്ട് ഇല്ല എന്ന് തന്നെയാണ്. അതിനുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ജിയോയുടെ ജിയോ 5 വൈഫൈ റൂട്ടറിന് 1999 രൂപയാണ്. ഇവിടെ പുറത്തിറക്കുന്ന ഈ ഒരു ഫോണിന് വെറും 1500 രൂപയാണ്. അങ്ങനെയുള്ള ഈ വില കുറഞ്ഞ ഫോണിനകത്ത് ഒരു വൈഫൈ ഹോട്ട്സ്പോട്ട് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ജിയോയുടെ വൈഫൈ റൂട്ടറിന്റെ സെയിൽസിനെ സാരമായിട്ട് ബാധിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ വൈഫൈ ഹോട്ട്സ്പോട്ട് കൊടുക്കാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും ഒരു പക്ഷേ ഈ ഒരു ഫോണിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഫോണിനെ കുറിച്ച്? വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. അഥവാ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഒപ്പം ബെൽ സിംബലിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. അടുത്ത ഒരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.